ഹലോ, ഞാൻ ഇന്നലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ കുറച്ച് വീഡിയോസ് ഇട്ടപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്തതിലും ഉപരി റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ വീഡിയോസ് ഇട്ട് വിത്തിൻ 2 അവർ എൻ്റെ കയ്യിലുണ്ടായിരുന്ന റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ 75% സോൾഡ് ഔട്ടായി. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. എനിക്ക് ഇപ്പോഴും എന്താ മെസ്സേജൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, ചേച്ചി ആ ബ്ലൗസ് സോൾഡ് ഔട്ട് ആയോ, ആ മോഡൽ ഇനി എപ്പോഴാണ് വരുന്നത്, റീസ്റ്റോക്ക് ചെയ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര മടിച്ചാണ്. ഈ ഒരു കളക്ഷൻസ് എപ്പോഴും ഏട്ടാ എന്നോട് പറയുന്നത്, നിൻ്റെ കയ്യിൽ നല്ല ബ്ലൗസിൻ്റെ കളക്ഷൻ അല്ലേ, നീ അതിൻ്റെ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുക, ചിലപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ടാൽ അത് വാങ്ങിക്കും, നല്ല നല്ല കളക്ഷൻസാണ്, നീ എന്തെങ്കിലും മടി പിടിച്ചിരിക്കുന്നതെന്ന്. പിന്നെ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം ഞാൻ ഭയങ്കര മടിച്ചാണ്. ഏകദേശം ഒന്ന് വീഡിയോസ് ഒന്ന് ഇട്ട് സെറ്റായി വരുമ്പോഴത്തേക്കും ഞാൻ മടി കാരണം പിന്നെ ഇടാറില്ല. അപ്പോൾ എൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ഇവൻ എന്നെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വീഡിയോസ് ഇടാനായിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ ബ്ലൗസസ് ആണല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചു. റീസെൻ്റ്ലി എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു, ചേച്ചി ആ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ബ്ലൗസസൊക്കെ ഒന്ന് കാണിക്കും, എനിക്ക് ബ്ലൗസ് വേണമെന്നുണ്ട്. അങ്ങനെ 2-3 പേരിങ്ങനെ മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും നമുക്ക് ബ്ലൗസൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബ്ലൗസ് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റെസ്പോൺസ് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു, എൻ്റെ കയ്യിൽ കുറച്ചധികം കുർത്തീസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ്, കോട്ടനും റയോണും ഒക്കെ അതിൻ്റെയൊക്കെ നല്ല കുർത്തീസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 300 to 350 ആണ് കേട്ടോ. 300-350 റേഞ്ചിലാണ് എല്ലാ കുർത്തീസും വരുന്നത്. അതിൽ കൂടുതലും ഉള്ളതില്ല, അതിൽ കുറവുള്ള കുർത്തീസും നമ്മുടെ കയ്യിലുള്ള ഈ ഒരു റേഞ്ചിലാണ്. പക്ഷേ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ്. റേറ്റ് കുറവാണെന്ന് വെച്ച് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല, എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ളതാണ് കേട്ടോ. ഈ ഒരു കുർത്തി പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കുർത്തി കൂടെയാണ് കേട്ടോ. നമുക്ക് വന്നിട്ട് സ്ലിറ്റഡ് കുർത്തീസ് ഉണ്ട്, ഏലാൻ കുർത്തീസ് ഉണ്ട്, പിന്നെ ഇങ്ങനെ പ്ലേറ്റഡ് വരുന്നതുണ്ട്, അനാർക്കലി വരുന്നതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരികയാണെങ്കിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. റെഡി ടു ഡിസ്പാച്ച് ആണ്. പിന്നെ നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. X2XXL ആണ്. S2XXL ആണ് നമ്മുടെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതൊക്കെ ആക്ച്വലി എനിക്ക് സിഗ്നേച്ചർ ബൈ ആർച്ച എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഞാൻ നമ്മുടെ ബൊട്ടീക്ക് തുടങ്ങി കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഇഷ്യൂസൊക്കെ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു റെഡിമെയ്ഡ് സെക്ഷനും കൂടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെഡിമെയ്ഡ് സെക്ഷൻ്റെ ഒരു പേജ് തുടങ്ങി. അത് എനിക്ക് തോന്നുന്നു 5-6 വീഡിയോസ് എന്തോ അപ്ലോഡ് ചെയ്തു. അപ്പോഴത്തേക്കും അത് ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് എനിക്ക് ബൊട്ടീക്കിൽ കുറച്ചധികം ഓർഡേഴ്സ് വന്നു തുടങ്ങി. അപ്പം ഞാൻ ഫുൾ ടൈം അതിൻ്റെ പുറകെ. ഇപ്പോൾ എനിക്ക് ഈ റെഡിമെയ്ഡ് സെക്ഷൻ നോക്കാനേ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. ആ റെഡിമെയ്ഡ് സെക്ഷനിൽ ഇടാനായിട്ട് ഞങ്ങൾ എടുത്തു വെച്ചിരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ഇടാനായിട്ട് പറ്റിയില്ല, ഫുള്ള് ബൊട്ടീക്കിൻ്റെ തിരക്കിൽ. അപ്പോഴാണ് ഇപ്പോൾ ഈ റെഡിമെയ്ഡ് ബ്ലൗസ് വന്ന് കുറച്ചധികം ഓർഡേഴ്സ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് വെച്ചിട്ടിരിക്കുകയല്ലേ, നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി എനിക്ക് ആ ഒരു പേജ് ഒന്ന് പൊടി തട്ടി എടുക്കണം, ഡെയിലി അതിനകത്ത് കുറച്ച് വീഡിയോസ് ഇടണം. അതുപോലെ തന്നെ ഡ്രസ്സ് മാത്രമല്ല നല്ല നല്ല ഓർണമെൻറ്റ്സ്, നമ്മുടെ ടെമ്പിൾ ജ്വല്ലറി സെറ്റൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അതുമൊക്കെ പതുക്കെ ഇനി ഇടണം കേട്ടോ. ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലാതെ മനസ്സിലായി. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ വരും. അപ്പം എൻ്റെ ആ സിഗ്നേച്ചർ ബൈ ആർച്ച എന്ന പേജ് ആരെങ്കിലും ഫോളോ ചെയ്യാത്തതുകൊണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരു ഒണിയൻ പിങ്കിൻ്റെ ഒരു കുർത്ത സെറ്റ് ഉണ്ട്, അതും സൂപ്പറാണ് കേട്ടോ. ഇതിപ്പം വന്നിട്ട് 1 പീസ് സെറ്റാണ്, കുർത്തീസാണ്. എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർട്ടി വെയർ കുർത്തീസ് സെറ്റും ഉണ്ട്, 3 പീസ് സെറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് കാണിക്കും. ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അടുത്ത വീഡിയോസിലും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ തന്നെ ഒരു റെഡിമെയ്ഡ് സെക്ഷൻ നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടണിൽ ഡബിൾ സൈഡ് പോക്കറ്റൊക്കെ വരുന്ന ഏലൈൻ കുർത്തീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ ബൾക്ക് എമൗണ്ട് ആയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുമൊക്കെ ഇനി വഴിയെ വരുന്നതാണ്. എന്തായാലും സിഗ്നേച്ചർ ബൈ ആർച്ച എന്ന പേജ് പൊടി തട്ടി എടുക്കാനായിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.